കൈവിട്ടാലും പടച്ച റബ്ബ് നിന്നെ കൈവിടൂല. അല്ലാഹു നിന്നെ സഹായിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ ഓർമ്മയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. ആ ഓർമ്മയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, 5 എണ്ണം പഠിച്ചു. 6ാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഖുൽ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹു പറയുകയാണ്, ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊരിക്കലും ബാധിക്കുകയില്ല. അവനാണ് ഞങ്ങളുടെ യജമാനന്. അല്ലാഹുവിനാണ് സത്യവിശ്വാസികൾ പരമേൽപ്പിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, 6ാമത്തെ കാര്യം പഠിച്ചോ. 2 എണ്ണം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവർ എല്ലാവരും വ്യക്തമായി പഠിക്കണം. ഇത് പറയുന്നത് മറന്നു പോകരുത്. ഈ പറയുന്നത് ഒരു മുസ്ലിമും മറക്കരുത്. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന 6ാമത്തെ പ്രതിഫലം, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ശക്തി അല്ലാഹ് അവർക്ക് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അവർക്ക് യാതൊരു പേടിയുമില്ല, അവർക്ക് യാതൊരു പ്രയാസവുമില്ല. എന്തു വന്നാലും അവർ പറയും, ഇതെന്റെ റബ്ബ് തീരുമാനിച്ചതാ. എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നപ്പോഴേ അല്ലാഹ് തീരുമാനിച്ചതാണിത്. എന്തിനാ ഞാൻ ഭയപ്പെടുന്നത്? എന്തിനാ ഞാൻ പേടിക്കുന്നത്? ഇതെന്റെ റബ്ബിന്റെ തീരുമാനമല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി റബ്ബ് അവന്റെ ഹൃദയത്തിന് കൊടുക്കുകയാണ്. ഇന്നത്തെ യുവതലമുറ പഠിക്കേണ്ടതാണ്. ഇന്നത്തെ യുവതലമുറകൾ പഠിക്കേണ്ടതാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലല്ലോ. ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്ന കാലമാ. പടച്ചവനെ, 1 പറഞ്ഞ് 2 പറഞ്ഞ് വഴക്ക് കൂടി ഭാര്യയും ഭർത്താവും തമ്മിലടിച്ചിട്ട് അവസാനം പടച്ചവനെ ഒരു കയറ് കഷ്ടത്തിന്റെ അകത്ത് തന്റെ കഴുത്ത് മുറിച്ച് അവിടെ നിന്ന് തൂങ്ങി മരിക്കുന്ന കാലമല്ലേ? നരമ്പ് മുറിക്കുന്ന കാലമല്ലേ? പടച്ചവനെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, അതാ മനുഷ്യനുണ്ടല്ലോ, മനുഷ്യനത പതിച്ചു പോയാൽ പൽഹും അളല് 4 കാലികളെക്കാലം അത് പതിച്ചു പോകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെയും മനുഷ്യനെ കുറിച്ച് പറയുമ്പോ നമുക്കിതുവരെ തിരിഞ്ഞിട്ടില്ല. അള്ള പറഞ്ഞു 4 കാലികളെക്കാലം അത് പതിച്ചു പോകുമെന്ന് പറയുമ്പോ, പടച്ചവനെ, ഇന്ന് കേരളക്കര കണ്ടുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, അതാ വിവാഹം കഴിച്ച പെണ്ണിനെ വീടിന്റെ അകത്ത് വെച്ച് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലുന്ന മനുഷ്യന്. എന്റെ പ്രിയപ്പെട്ടവളെ അല്ലാഹുവേ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് ആസ്വദിച്ച് മതിയായപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പാമ്പിനെ കൊണ്ടുവന്ന് കടിച്ചു കൊന്ന കഥ കായ്ച്ചവരാ. പടച്ചവനെ, 2 ദിവസം മുമ്പല്ലേ ഒരച്ഛനും അമ്മയും ഉള്ള മകളല്ലേ? അല്ലാഹുവേ, ഒരു കഷ്ടമ കൈരന്റെ അകത്ത് തന്റെ ജീവിതം അവസാനിച്ചപ്പോ എന്തൊക്കെ മോഹങ്ങളായിരുന്നു, എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. എന്റെ വീടിന്റെ പരിസരത്താണ് ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ വീട്. അല്ലാഹുവേ, എത്ര പറഞ്ഞാലും പണത്തിനോടുള്ള ആർത്തി വന്നു കഴിഞ്ഞ മനുഷ്യന് കിട്ടുന്തോടും കൂടുതൽ അല്ലാഹുവേ, പണം കൂടുന്നതിനനുസരിച്ച് ആർത്തി കൂടുകയാണ്. അല്ലാഹുവേ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇഷ്ടം പോലെ കൊടുത്തിട്ടും ഒരുപാട് സമ്പാദ്യം ഉണ്ടായിട്ടും പണത്തിന്റെ പേരിൽ പടച്ചവനെ മനുഷ്യനെ കൊല്ലാൻ തയ്യാറാകുന്ന 4 കാലികളെക്കാലം അതപ്പതിച്ച മനുഷ്യന്മാരുടെ കാലമാ. പടച്ചവനെ, പിഞ്ചു കുഞ്ഞുങ്ങൾ അവരെ പീഡിപ്പിക്കുകയാണ്. സ്വന്തം മക്കളെ വിറ്റ് ജീവിക്കുന്ന അച്ഛന്മാരുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, പഠിക്കാൻ വരുന്ന പാവപ്പെട്ട കൊച്ചു കുട്ടികളെ പീഡിപ്പിക്കുന്നവന്മാരുണ്ട്.
സ്വന്തം മകളുടെ പ്രായമല്ലേ ഉള്ളൂ. ആ പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ, ആ പിഞ്ചു കുഞ്ഞുങ്ങളോട് മോശമായി പെരുമാറാൻ, എല്ലാ പാവപ്പെട്ട ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് ഗുഹ്യഭാഗങ്ങളിൽ കമ്പികൾ കുത്തിയിറക്കുന്ന ക്രൂരന്മാരായ മനുഷ്യന്മാരുണ്ടല്ലോ. ഇതൊക്കെ പണ്ട് ഫിർഔനിന്റെ കാലത്ത് അല്ലാഹുവേ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ ചരിത്രം വായിക്കുമ്പോൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാൽക്കാലികളെക്കാലം മതപ്പതിക്കുന്ന മനുഷ്യന്മാർ വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണോ? ചിന്തിച്ചു നോക്കിക്കപ്പ, പണം കിട്ടാത്തതിന്റെ പേരിലല്ലേ പാമ്പിനെ കൊണ്ടുവന്ന് ഒന്ന് കടിച്ചു, തീർന്നില്ല, രണ്ടാമതും കടിപ്പിച്ചു കൊന്നത് ഇവിടെ അടുത്തവിടെ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ നോക്കിക്കേ. അള്ളാന്റെ ഖുർആന്റെ പണവോ ഒന്നുമല്ല. അള്ള പറഞ്ഞെന്തറിയോ, ഒരു സാലിഹത്തായ പെണ്ണ് ലോകത്തിലെ ഏറ്റവും വലിയ നിധിയാണെന്ന പെണ്ണിനെ കുറിച്ച് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത്. അള്ളാന്റെ ദീൻ പഠിപ്പിക്കുന്നത് ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞത്, ഒരു സാലിഹത്തായ പെണ്ണ് ഏറ്റവും വലിയ നിധിയാ, അവളെ സൂക്ഷിച്ചു കൊണ്ടുപോകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാ ഈ സ്ത്രീധനം ചോദിച്ചു വരുന്നവനൊക്കെ കെട്ടിച്ചു കൊടുക്കാൻ പോണ? എന്തിനാ? ഓനെ തല്ലണം. അവനാണെങ്കിലും എനിക്ക് വേണം 50 പവൻ വേണം, 60 പവൻ വേണം, 101 പവൻ വേണം, കാറ് വേണം. എന്നാ ഒലക്കണ്ടായിട്ട് അവൻ ചോദിക്കണേ? ഇങ്ങനെയുള്ളവനെ മക്കളെ കെട്ടിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം. തികഞ്ഞില്ലടി, നിന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോ എന്തോ കൊണ്ടുവന്ന് 30 പവൻ 35 പവൻ 35 പവൻ എന്താ കുഴിച്ചെടുത്തതാ, കുലുക്കിയെടുത്ത? ആ 35 പവനുണ്ടാക്കാൻ എങ്ങനെ കഴിയുന്നു? ആ പാവപ്പെട്ട പെണ്ണിന്റെ വാപ്പാടെ രക്തം വിയർപ്പാക്കിട്ടത് ഉണ്ടാക്കിയത്. അത് നാണമില്ലാതെ മേടിച്ചോണ്ട് വന്നിട്ട് സുഖിക്കാൻ, കെട്ടിയ പെണ്ണിന്റെ സ്വർണ്ണം എടുത്തോണ്ട് പോയി പണയം വെക്കാനും വിറ്റിട്ട് ജീവിക്കാൻ ചില നട്ടലില്ലാത്തവന്മാര്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ കെട്ടിക്കൊണ്ടങ്ങോട്ട് വന്ന് ഒരുക്കം, ആർഭാടം. വിവാഹമൊക്കെ കണ്ട എന്തൊരു ആർഭാടവാ. പിറ്റേ ദിവസം രാത്രി, കല്യാണത്തിന്റെ ആദ്യ രാത്രി ആമിനയുടെ കൈ പിടിച്ചിട്ട് പറയുന്നു, മോളെ ഒരു മോതിര ഇങ്ങതാ, ഒന്ന് വിറ്റോട്ടെ, പൈസ കൊടുക്കാനില്ല. എന്തിനാടാ പഹയാ പെണ്ണ് കെട്ടാൻ പോയെ? എടാ പണം, എടാ സ്വന്തം ഭാര്യക്ക് ചെലവിന് കൊടുക്കാൻ ഗതിയില്ലാത്തവൻ ദിക്റും പറഞ്ഞിട്ട് കിടക്കണം, പെണ്ണ് കെട്ടാൻ പോരുത്. മഹർ പോലും വാങ്ങാൻ ഗതിയില്ലാത്തവന്മാര് പെണ്ണ് കെട്ടാൻ നടക്ക, എന്നിട്ട് കിട്ടുന്നില്ല. ഇവൻ എന്നാണ്ട്? ഇതൊക്കെ ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവർ ചെയ്താൽ പറയാം ഓനൊരു കാട്ടിയാതി, അവന് വിവരമില്ലെന്ന് പറയാം. ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവന്റെ കാര്യം അത് വെച്ചുമ്പോൾ ഈ സാധുക്കൾ എത്ര നല്ലതാപ്പ. ഇന്നത്തെ പെണ്ണുങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം ഉള്ളവന് മാത്രം മതി. 8ാം ക്ലാസ് 10ാം ക്ലാസ്, ആ 10ാം ക്ലാസ് ഉള്ളവൻ അന്തസ്സോടെ ജീവിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഈ വിദ്യാഭ്യാസം കൂടുന്നവൻ, നിങ്ങൾ ഈ അടുത്ത് നടന്ന സംഭവങ്ങൾ ഇന്നലെ ഇപ്പൊ ഇന്ന് പത്രത്തിലുണ്ട്. ഭാര്യ വിളിച്ചിട്ട് പരാതി പറഞ്ഞു. ഭാര്യ ഈ സ്ത്രീധന പീഡനത്തെ കുറിച്ച് ഭാര്യ വിളിച്ചിട്ട് പരാതി പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ അന്വേഷിക്കാൻ വീട്ടിൽ വന്നപ്പോ ഇയാൾ ഇറങ്ങി ഓടി. പോലീസുകാർ തിരിച്ചു പോയപ്പോ കോടാലിക്കാൻ കണ്ട പെണ്ണുപിള്ളയെ വെട്ടി. അലച്ചയ്ക്ക് മനുഷ്യൻ എവിടെ എത്തി നിൽക്കും നമ്മൾ ചിന്തിക്ക്. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. മാനസികമായിട്ട് കുടുംബ വഴക്കുകൾ മാത്രമേ ഉള്ളൂ. എന്റെ പൊന്നാര കമ്മിറ്റിക്കാര്, നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കല്ലേ, ഇങ്ങനെ ഉള്ളതിനൊക്കെ പിടിച്ചോണ്ടോ. ഇപ്പൊ നല്ല അവസര. ഈ അമ്മായിയമ്മമാർക്ക് അള്ള കൊടുത്തിരിക്കുന്ന സമയം ഇപ്പോഴാ. പിടിച്ചാൽ നല്ലതാ, കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് കൊടുക്കണം. ഇപ്പൊ നല്ല പിടിപ്പ കൊടുത്ത അകത്തല്ല. ചില പെണ്ണുങ്ങൾക്ക് അമ്മായിയമ്മമാർ നല്ലവരുണ്ട്, ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. സ്വന്തം മകളെ പോലെ കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. എന്റെ മകളാ വെറുതെ പറഞ്ഞാൽ പോരാ, എന്റെ മകളാണെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. പക്ഷെ ചിലതങ്ങനല്ല. എന്താ പറയാ, മോൻ മരിച്ചാലും കുഴപ്പമില്ല, ഇവള് കരയണം. സ്വന്തം മകൻ മരിച്ചാലും കുഴപ്പമില്ല, ഇവള് കരയണം എന്നാഗ്രഹിക്കുക. സ്വന്തം മോൻ തീർന്നോട്ടെ, എന്നാലും മരുമോള് കരയണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ പ്രായം കുറെ ചെന്നു, എന്നാലും ജീവിക്കാൻ വിടില്ല. തന്റെ മക്കള് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ അസൂയപ്പെടുന്ന മാതാപിതാക്കൾ, ഉമ്മമാർ. സ്വന്തം മക്കള്, അവര് ചെറുപ്പക്കാര്, ഭാര്യയും ഭർത്താവും കൂടെ സന്തോഷത്തോടെ കളിച്ച് ചിരിച്ച് നടക്കുന്നത് കാണുമ്പോ എന്താ, അപ്പൊ പിന്നെ അടി ഉണ്ടാക്കണം, രണ്ടിനും 2 തട്ടിലാക്കണം, അപ്പോഴേ സമാധാനം വരൂ. എന്നിട്ട് നിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ വള ചെറുതായി പോയി, മാല ചെറുതായി പോയി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്ത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പെണ്ണിന്റെ പണം കണ്ടിട്ട് വിവാഹം കഴിക്കരുത്. അള്ളാന്റെ ദീൻ.
അതാ പരിശുദ്ധമായ ദീൻ, എല്ലാരും ചെളിവാരി എറിയുന്ന പരിശുദ്ധമായ ദീൻ അവിടെ നിന്ന് പഠിപ്പിച്ചു. പെണ്ണിന്റെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. വേറെ ഏതെങ്കിലും ഒരു മതം പഠിപ്പിക്കുന്നുണ്ടോ? പെണ്ണിന് മഹത്വം കൊടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ നിധി പെണ്ണാണ്, ഒരു സാലിഹത്തായ ഭാര്യയാണെന്ന് പഠിപ്പിച്ച ദീൻ പെണ്ണിന്റെ കാൽച്ചുവട്ടിൽ. എന്തിന്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തി നബിയായി ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണം ആ മുത്തി നബിയുടെ കാൽച്ചുവട്ടി സ്വർഗമുണ്ടോ? പറ ഉണ്ടോ? ഇല്ല. സ്വർഗം തുറക്കുന്നത് നബിയാ, പക്ഷെ ആ നബിയുടെ കാൽച്ചുവട്ടിൽ സ്വർഗമില്ല. പക്ഷെ ആരുടെ കാൽച്ചുവട്ടിൽ? നമ്മുടെ ഉമ്മാടെ കാൽച്ചുവട്ടിൽ, അള്ളാന്റെ ദീൻ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പണം കണ്ടിട്ട് പെണ്ണ് കെട്ടരുത്, പണം കണ്ടിട്ട് പെണ്ണ് കെട്ടരുത്. പെണ്ണിന്റെ പണം നോക്കിയിട്ട് വിവാഹം കഴിച്ചാൽ എത്ര കോടിക്കണക്കിനുള്ളവനാണെങ്കിലും അള്ളാഹു അവന് ദാരിദ്ര്യം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ കെട്ടിയവര് പലരും ചൊറിയും കുത്തി വീട്ടിയിരിപ്പുണ്ട്. അള്ളാഹു കാക്കമാറാകട്ടെ. അല്ലേപ്പാ ഇല്ലേ? എത്ര പേരുണ്ട്, എത്ര കോടിക്കണക്കിനുണ്ടായിരുന്നു, ഒന്നുമില്ലപ്പം വെറുതെ ഇരിക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്ത്രീധനം എന്ന് തന്നെ, സ്ത്രീ തന്നെ ഏറ്റവും വലിയൊരു ധനമാണ്. അത് മതി. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരുപാട് പൈസയായിട്ട് വന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ, എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ, ഞാൻ വെറുതെ വലിഞ്ഞു കയറി വന്നതല്ല, 101 പവനും കാറുമായിട്ട് വന്നതാ എന്ന് പറഞ്ഞ് സമാധാനക്കെടുത്തതിനേക്കാളും നല്ലത് ഉള്ളത് അങ്ങോട്ട് കൊണ്ടിട്ട ആമിനെ നിന്നെ കെട്ടിയത്. സന്തോഷത്തോടെ ജീവിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ പെൺകുട്ടികൾ ഇന്നലെ ഒരു വാപ്പ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദേ, ഉറപ്പിച്ചു വെച്ച കല്യാണത്തിൽ നിന്ന് എൻ്റെ മകൾ ഇപ്പൊ പുറകിലോട്ട് പോകാം. എന്തേ കാരണം? ഇങ്ങനല്ലേ ആണുങ്ങൾ മൊത്തം ഈ സ്വർണ്ണമൊക്കെ ആയിട്ട് നമ്മളങ്ങോട്ട് പോയി, നമ്മളെ മടുത്ത് കഴിയുമ്പോൾ ഇതല്ലേ നമ്മളോട് കാണിക്കുന്നത്? ഉറപ്പിച്ചു വെച്ച വിവാഹത്തിൽ നിന്ന് എൻ്റെ മകള് പുറകിലോട്ട് പോകുന്ന ഉസ്താദ്, എന്താ വഴിയെന്ന് നാം ചിന്തിക്കണം. എന്തുകൊണ്ട്? അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് അറിയാത്തത് കൊണ്ട്, അല്ലാഹ് ആരാണെന്നറിയാത്തത് കൊണ്ട്. പടച്ച റബ്ബിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ പരമേൽപ്പിക്കാൻ തയ്യാറായ ശക്തി അല്ലാഹ് തരും. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ ഒരിക്കലും പതറിപ്പോകൂല, ഒരിക്കലും പതറിപ്പോകൂല. എത്ര കൊല്ലമാകട്ടെ, എന്തിനാ മനുഷ്യ ഇടയ്ക്കിടയ്ക്ക് അയ്യൂബ് നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. അയ്യൂബ് നബി അലൈഹിസ്സലാം 18 വർഷക്കാലം രോഗം പിടിച്ചിട്ട് ശരീരത്തിൽ നിന്ന് ചലങ്ങൾ ഒഴുകുകയാണ്, ദുർഗന്ധമടിക്കുകയാണ്, നടക്കാൻ കഴിയുന്നില്ല. റഹ്മത്തു ബീബി റളിയല്ലാഹു തആല അൻഹ പ്രിയപ്പെട്ട ഭർത്താവിനെ കുഞ്ഞിനെ ചുമക്കുന്നത് പോലെ ചുമന്നുകൊണ്ട് നടക്കുകയാ. ആലോചിച്ച് നോക്ക്, ഒരു ഭാര്യ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുഞ്ഞുങ്ങളെ ചുമക്കുന്നത് പോലെ അല്ലാഹുവേ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ആ ഭാര്യയാണ് ഭർത്താവിനോട് പറഞ്ഞത്, നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാ, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കാര്യം ചോദിച്ചാൽ കൈ താഴ്ത്തുന്നതിന് മുമ്പ് പടച്ച റബ്ബ് തരുമല്ലോ. ഒന്ന് ചോദിച്ചുകൂടെ, ഒന്ന് ദുആ ചെയ്തുകൂടെ? അയ്യൂബ് നബി പറഞ്ഞു, റഹ്മത്തേ, മടുത്തെങ്കിൽ നീ നിന്റെ വഴി നോക്കിക്കോ. നീ എന്നെ നോക്കി നോക്കി മടുത്തെങ്കിൽ റഹ്മത്തേ നിനക്ക് പോകാം. അല്ലാഹുവോട് ഞാൻ പറയൂല, അല്ലാഹുവോട് ഞാൻ പരാതി പറയൂല, അല്ലാഹുവോട് ഞാൻ ദുആ ചെയ്യില്ല. അതൊരു വല്ലാത്ത ഈമാനാ. 18 കൊല്ലം അങ്ങനെ നടന്നു. എന്നിട്ട് അവസാനം തന്റെ നാവ് കൊണ്ട് ദിക്ർ പറയാൻ കഴിയാതെ വന്നപ്പോ അപ്പോഴും അല്ലാഹുവോട് പറയുന്നു, നാഥാ, വഇന്നീ മസ്സനിയൽ ളുർറു അൻത അർഹമുർ റാഹിമീൻ. എന്റെ നാവിലെ രോഗമൊന്ന് മാറ്റിത്താ അല്ലാഹ്, ദിക്ർ പറയാൻ കഴിയുന്നില്ല അല്ലാഹ്. അപ്പോഴും പറഞ്ഞില്ല രോഗം മാറ്റാൻ. 18 കൊല്ലം ഇതുപോലെ നടന്ന നബിയാ. സാധാരണ
സാധാരണ മനുഷ്യനല്ല. അയ്യൂബ് നബി 81 കൊല്ലം പട്ടിണി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ 81 വർഷം അയ്യൂബ് നബിക്ക് പട്ടിണി എന്താ, ദാരിദ്ര്യം എന്താ, രോഗവും പ്രയാസവും എന്താ, വേദന എന്താണെന്നറിയാതെ 81 കൊല്ലം ജീവിച്ച നബിയാണ് അയ്യൂബ് നബി. ആ അയ്യൂബ് നബി പിന്നെ 18 വർഷക്കാലം ഇങ്ങനെ നടന്നിട്ട് ഒരിക്കൽ പോലും പടച്ചറപ്പിനോട് പറയാൻ അവിടെ ദുആ ചെയ്യാൻ തയ്യാറായില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, ക്യാൻസർ വന്നാ എന്തിനാ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു വലിയ വലിയ രോഗങ്ങൾ കൊടുത്തു പരീക്ഷിക്കുകയാ. എന്തിനാ സ്വർഗം കൊടുക്കാൻ? എന്തിനാ സ്വർഗം കൊടുക്കാൻ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രയാസങ്ങൾ, ക്യാൻസറാണ് ഉസ്താദ്, ട്യൂമറാണ് ഉസ്താദ്, കിഡ്നി തകരലാണ് ഉസ്താദ്, ഭർത്താവ് വെന്റിലേറ്ററിലാണ് ഉസ്താദ്, മക്കൾക്ക് മാരക രോഗമാണ് ഉസ്താദ് എന്ന് കരഞ്ഞുകൊണ്ട് പരാതി പറയുന്ന ഉമ്മ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ഗുഹയ്ക്കകത്തിരുന്ന് അല്ലാഹുവിനെ ആരാധിക്കുകയാണ്, അല്ലാഹുവിനെ നന്ദി കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഗുഹയ്ക്കകത്തിരുന്ന് ഇബാദത്ത് ചെയ്യുകയാണ്. മൂസാ നബിക്ക് അത്ഭുതമായി, എന്ത് നല്ല മനുഷ്യനാ അല്ലാഹ്. ഇങ്ങനെയും ചില അടിമകളുണ്ടല്ലോ, അല്ലാഹ് നിന്നെ വഴിപ്പെടുന്ന, നിന്നെ പേടിക്കുന്ന, നിനക്ക് നന്ദി കാണി ജീവിക്കുന്ന ഇത്രയും നല്ല മനുഷ്യരുണ്ടല്ലോ. അല്ലാഹ് അൽഹംദുലില്ലാഹ്. എന്തു മനോഹരമായ കാഴ്ചയാണ്, എന്ത് മനോഹരമായ കാഴ്ചയാണ്. മൂസാ നബി അങ്ങോട്ട് നടന്നു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, അവസാനം മൂസാ നബി തിരിച്ചു വരുമ്പോ, അതേ സ്ഥലത്തുകൂടെ തിരിച്ചു വരുമ്പോ ആ ഗുഹയ്ക്കകത്തിരുന്ന മനുഷ്യനെ കാണുന്നില്ല. അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്തിയിട്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനെ കാണുന്നില്ല. പിന്നെ ആ മനുഷ്യന്റെ കുറച്ച് ഇറച്ചികളാണ്, ആ മനുഷ്യന്റെ ശരീരത്തില് ചെറിയ ഭാഗങ്ങളൊക്കെ അവിടെ കിടക്കുകയാ. ഏതോ ഒരു വന്യമൃഗം വന്നു, ഏതോ ഒരു വലിയ മൃഗം വന്നു, ഈ മനുഷ്യനെ കടിച്ചു കീറി തിന്നിട്ട് കളഞ്ഞിട്ട് പോയതാ. മൂസാ നബിക്ക് അത്ഭുതമായി, നാദാ എത്ര നല്ല മനുഷ്യനാണല്ലോ, നിനക്ക് നന്ദി രേഖപ്പെടുത്തി. അല്ലാഹുവേ, നിന്നെ ഭയന്നുകൊണ്ട് ഈ വടവന്നീ ഗുഹയ്ക്കകത്തിരുന്ന് ഇബാദത്ത് ചെയ്യുന്നവനാണ്. എന്തിനാ അല്ലാഹ് ഇങ്ങനെ ഈ മനുഷ്യനെ നീ ചെയ്തത് എന്ന് അല്ലാഹുവേ മൂസാ നബി അവിടെ നിന്ന് ചിന്തിക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയുന്ന, മൂസാ നബിയേ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അവർക്ക് സ്വർഗം നിർബന്ധമാ, അവർക്ക് സ്വർഗത്തിൽ ഉയർന്ന പദവിയുണ്ട്. അല്ലാഹുവേ, മൂസാ നബി അലൈഹിസ്സലാം അങ്ങോട്ട് പോകുമ്പോ ഒരു മനുഷ്യൻ ഗുഹയ്ക്കകത്തിരുന്നിട്ട് ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്യാ. മൂസാ നബിക്ക് അത്ഭുതം തോന്നി, അല്ലാഹ് ഇങ്ങനെയും ചില മനുഷ്യന്മാരുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. തിരിച്ചു വന്നപ്പോ ഇത്തിരി എല്ലും കഷ്ണം കിടക്ക, ആ മനുഷ്യനെ കാണാനില്ല. ഏതോ ഒരു മൃഗം വന്ന് കടിച്ചു കീറി തിന്നിട്ട് വാക്കി കളഞ്ഞിട്ട് പോയിരിക്ക. എന്തേ അല്ലാഹ് ഇങ്ങനെ? എത്ര നല്ല മനുഷ്യനായിരുന്നു, ഇങ്ങനെ വന്നല്ലോ. നമ്മൾ ചോദിക്കൂലേ, 5 നേരം നിസ്കരിക്കുന്ന ഈ മനുഷ്യൻ ഉസ്താദേ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിച്ചുപോയല്ലോ, നമുക്ക് വലിയ പ്രയാസം. ഓൻ രാജാവാ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ കള്ളുകുടിയൻ ഹാപ്പി ആയിട്ട് നടക്കുന്നു, കണ്ടിട്ടുണ്ടാ? കള്ളുകുടിയനും കഞ്ചാവടിക്കുന്നവനും, കഞ്ചാവടിയുടെ കാര്യമൊന്നും പറയാതിരിക്കലപ്പം നല്ലത്. ഇപ്പൊ കഞ്ചാവടിയൊക്കെ പുള്ളന്മാരിലൊക്കെ ചെറിയ കുട്ടികളെ മൊത്തം അടിക്കുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 10-20 വയസ്സിനകത്തുള്ളതൊക്കെ ഇപ്പം കള്ളുകുടിയൊക്കെ മാറിയെന്നേ.
ഇപ്പൊ വലിച്ചങ്ങോട്ട് കയറ്റിയിട്ട് ഇങ്ങോട്ട് നടക്കാം. പാപ്പാടുത്ത് പറയാ, കാക്ക മോനിങ്ങനെ, ഓ എന്റെ മോനോ, എന്റെ മോൻ മലക്കല്ലേ അവനോ. അവസാനം ആ പോലീസ് പൊക്കുമ്പോ അറിയാം, ഇടികൊണ്ട് വാടും. അള്ളാഹു കാക്കുമാറാകട്ടെ. വാപ്പടുത്ത് പറയാ, മോൻ കഞ്ചാവടിക്കുന്നുണ്ട്, അവന്റെ സ്വഭാവം കൂട്ടുകാര് കണ്ടിട്ടുണ്ടാ, കൂട്ടുകാരൊന്നും ശരിയില്ല എന്ന് പറയുമ്പോ എന്റെ മോൻ ഉസ്താദിന് അസൂയ, ഉസ്താദിന് അസൂയ. പറയാൻ തന്നെ പലരും മടിക്കുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ഈ മനുഷ്യന്റെ അവസ്ഥ നോക്കി നമ്മൾ പറയുന്നത്, എടാ ഈ 5 നേരം നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ ക്യാൻസർ വന്ന് മരിക്കാറുണ്ട്, ട്യൂമർ വന്ന് മരിക്കാറുണ്ട്. കഞ്ചാവ് അടിച്ച് കിടക്കുന്നവൻ പെട്ടെന്നങ്ങ് മരിച്ചു പോവാ, കിടപ്പൊന്നുമില്ല. അവനെ പിന്നെ അല്ല കിടത്തൂലല്ലോ, പെട്ടെന്നങ്ങ് പോകത്തേ ഉള്ളൂ. എന്തേ കാരണം? നമ്മൾ പറയും, ഉസ്താദെ ഉമ്മായും വാപ്പായും കിടന്നിട്ട് വേദന സഹിക്കാൻ പറ്റാതെ കിടക്കും, സഹിക്കണില്ല ഉസ്താദെ. ആരാ നീ? നിനക്കട സഹിക്കാൻ പറ്റുന്നത്? അവര് രാജാവാ. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, ഈ മനുഷ്യൻ സ്വർഗത്തിന്റെ അവകാശിയാണ്, ഇദ്ദേഹത്തിന് സ്വർഗത്തിൽ ഉയർന്ന പദവിയുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ ചെയ്യണ ഇബാദത്ത് കാരണം ഒരിക്കലും അവിടെ പോകാൻ പറ്റൂല. ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മം കാരണം സ്വർഗത്തിലെ ഈ ഉയർന്ന പദവിയിൽ മരിക്കുന്നവരെ ചെയ്താലും പോകാൻ പറ്റൂല. പിന്നെ എങ്ങനെ പോകും? അള്ളാഹു ഇതുപോലെയുള്ള ആ മൃഗം വന്നു കടിച്ച് കീറി തിന്നു, ആ വേദനകൾ മുഴുവനും അനുഭവിച്ചു. അതിനു പകരം അള്ളാഹു സ്വർഗത്തിൽ ആ പദവി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു പനി വന്ന കാലിൽ ഒരു മുള്ളുകൊണ്ട പാപം പൊറുക്കുന്ന, ഒരു പനി വന്ന് നേരം വെളുത്തു, രാത്രി ഒരു പനി വന്നു, രാവിലെയായി, ഒരൊറ്റ പനി കൊണ്ട് അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഒറ്റ പനി മതി സ്വർഗത്തിൽ പോകാൻ, ഒരൊറ്റ പനി മതി. എടാ ഹദീസ് നിങ്ങൾ എടുത്ത് നോക്ക്, ഒരു പനി വന്നാൽ തന്നെ സ്വർഗത്തിൽ പോകുന്ന, ഒരൊറ്റ രാത്രി പനിച്ച ജീവിതത്തിൽ ചെയ്ത പാപം മുഴുവനും പൊറുക്കുന്ന. പക്ഷെ നമ്മുടെ പാപം പൊറുക്കൂല. ആരാപ്പ പനി വന്നപ്പോ? അൽഹംദുലില്ലാ, നരകത്തിന്റെ തീയുടെ ചൂട് അതിന്റെ ഒരു അടയാളമാണല്ലോ. അൽഹംദുലില്ലാ പറയണ എത്ര പേരുണ്ട്? എന്നാൽ ഒരു പനി മതി പാപം പൊറുക്കാൻ. അതുകൊണ്ടാ പറഞ്ഞത്, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, തവക്കൽതു അലല്ലാഹ്. വരണ്ടവന് വരൂലേ? പേടിയുണ്ടോ? വരണ്ടവന് വരുവോ? എന്തും വരുവോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റുമോ? പറ്റൂല. എന്തൊക്കെ ഇട്ടാലും പറ്റൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉമ്മാടെ വയറ്റിൽ കിടന്ന പൻസാരി എന്നെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതെന്നെ. ഉമ്മാടെ വയറ്റിൽ കിടന്ന് 4 മാസം ആയപ്പോൾ അല്ല എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചവർക്കൊക്കെ വന്നു പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു ശിവ നൽകുമാറാകട്ടെ. ഇനി ആരുടെയൊക്കെ പേരുണ്ടെന്ന് അറിയത്തില്ല. അള്ളാഹു ആയാലും അള്ളാഹു നമുക്കൊക്കെ അള്ളാഹുവിന്റെ കാവല് നൽകി ഗ്രഹിക്കുമാറാകട്ടെ. തവക്കൽതു അലല്ലാഹ്, അതാണ് ഏറ്റവും വലിയ ആയുധം. ഇതൊക്കെ ഇട്ടാലും, മാസ്ക് ധരിച്ചാലും, അകലം പാലിച്ചാലും, സാനിറ്റൈസ് ഉപയോഗിച്ചാലും, കയ്യിൽ ഉറയിട്ടാലും എന്ത് പറയണം? ഇതൊക്കെ ചെയ്തിട്ട് അവസാനം എന്താ പറയണ്ടേ? വേണ്ട, ഇതൊന്നും ചെയ്യണ്ട, അള്ളാഹ് തീരുമാനിച്ചല്ലേ വരത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാലോ മൂലയിൽ കിടക്കും. ചെയ്യേണ്ടതൊക്കെ ചെയ്യണം, എന്നിട്ട് അൽഹംദുലില്ലാഹ് നടക്കണം. പക്ഷെ അത് മാത്രമായി പോകരുത്. ഇതാണ് തടയുന്ന വസ്തു എന്നായി പോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 5ാമത്തെ 6ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ ഹൃദയത്തിലെ ധൈര്യം കൊടുക്കുകയാണ്. അവൻ ഒരിക്കലും തൂങ്ങാൻ തോന്നുകയില്ല. അവൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. അവൻ ചിന്തിക്കുന്നത് എന്തെന്നറിയോ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കമുണ്ടല്ലോ, ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടല്ലോ. എന്റെ റബ്ബന്റെ കൂടെയില്ലേ, എന്റെ റബ്ബന്റെ കൂടെയില്ലേ, എന്തിനാ ഞാൻ ഭയപ്പെടുന്നത്? അതാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേടിച്ച് വിറച്ചുകൊണ്ട് പരാതി പറയുന്ന അബൂബക്കറിനോട് പറഞ്ഞ, അബൂബക്കറെ, അല്ലാഹ് നമ്മുടെ കൂടെയില്ലേ? ഇവൻ അവന്റെ കാലിൽ നോക്കണമെങ്കിൽ തീരുമാനിക്കുന്നത് അല്ലാഹയല്ലേ? അവൻ വിചാരിച്ചാ നോക്കൂലല്ലോ. നബിയെ, അവൻ മോളി നിൽക്കുന്ന നബിയെ, ഒന്ന് കുനിഞ്ഞൊക്കെ നമ്മളെ പിടിക്കുന്ന നബിയെ, നമ്മളെ കൊല്ലും നബിയെ. ഇല്ല അബൂബക്കറെ, ഇല്ല അബൂബക്കറെ. എന്തേ നബിയെ? ഓൻ കാലി നോക്കണമെങ്കിൽ അല്ലാഹ് തീരുമാനിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സത്യല്ലേ? അല്ല തീരുമാനിച്ചാലല്ലേ? ചലനങ്ങൾ പോലും നിയന്ത്രിക്കുന്നവൻ അല്ലയാ. അല്ല തീരുമാനിക്കണം ഇവിടെ ഇരിക്കണം എത്ര എണ്ണം വീട്ടിൽ പോകണമെന്ന്. അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. അല്ല ദീർഘായുസ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, തവക്കൽതു അലല്ലാ, മക്കളെ പഠിപ്പിച്ചോ. നിന്റെ പൊന്നാര മക്കൾക്ക് അള്ളയാരെന്ന് പഠിപ്പിച്ചു കൊടുത്തോ. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ശക്തി അല്ലാഹു അവർക്ക് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കുന്നില്ല. ഏഴാമത്തെ കാര്യം എന്തെന്നറിയോ? ഏഴാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെ നിന്ന് പറയുകയാ, ഒരു തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നതിന്റെ പ്രതിഫലമാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ച റബ്ബ് അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം അറിയുമോ? നാളെ അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ അവര് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വിചാരണയില്ലാതെ കടന്നു പോകുന്നവർ, എന്റെ പ്രിയപ്പെട്ടവരെ, പരലോകത്ത് അല്ലാഹു അവന്റെ മുന്നിൽ ഒന്നിച്ചു കൂട്ടുകയും അവർ ചെയ്തു പോയ പ്രവർത്തനങ്ങൾ നന്മയാകട്ടെ തിന്മയാകട്ടെ, വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ പിടിച്ചു നിർത്തിയിട്ട് പടച്ചറപ്പ് ചോദിക്കുമല്ലോ. ആ വിചാരണയെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ നബിയുടെ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ പ്രവാചകൻ പറഞ്ഞത്, ഹസിബൂ ഖബല അൻ തുഹാസബൂ, മരിക്കുന്നതിന് മുമ്പ്, വിചാരണ കടന്നു വരുന്നതിന് മുമ്പ് നീ ഒന്ന് സ്വന്തമായിട്ട് വിചാരണ ചെയ്യ്. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രി തന്റെ വീടിന്റെ അകത്ത് കയറിയിരുന്ന് ചാട്ടമാറുകൊണ്ട് തന്റെ ശരീരം തല്ലിച്ചതച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചാട്ടമാറുകൊണ്ട് തന്റെ ശരീരത്തെ തല്ലുകയാണ്. ശരീരമേ, നീ ഇങ്ങനെ ചെയ്തല്ലോ, അല്ലാഹുവിന്റെ അടുക്കൽ നീ എന്ത് പറയും, അല്ലാഹുവിന്റെ അടുക്കൽ നീ എന്ത് പറയും എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തിനെ വിചാരണ ചെയ്തത് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആരാ ഉമർ എന്നറിയുമോ? ഉമറും ഫിൽ ജന്ന. ഉമറേ, നീ സ്വർഗത്തിലാ. ഉമറേ, നീ സ്വർഗത്തിലാ. ജീവിച്ചിരുന്നപ്പം മുത്തുനബി പറഞ്ഞു, ഉമറേ നീ സ്വർഗത്തിലാ ഉമറേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. ഉമറേ, നിനക്ക് സ്വർഗത്തിൽ ഒരു വീട് ഞാൻ കണ്ടു ഉമറേ എന്ന് മുത്തുനബി പറഞ്ഞ ഉമർ. ആ ഉമർ തങ്ങളാണ് സ്വന്തം വിചാരണ ചെയ്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഞാനും നിങ്ങളും വിചാരണയെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? നാളെ ഒരു ദിനം വരുമല്ലോ, അല്ലാഹുവേ നമ്മുടെ മുന്നിൽ പടച്ച റബ്ബ് വിചാരണ ചെയ്യുമല്ലോ. ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, തീർച്ചയായും നമ്മുടെ അടുത്തേക്ക് അവരുടെ മടക്കം എന്നിലേക്കാണ്. ഇന്ന ഇലൈനാ ഇയാബഹും, അല്ലാഹു പറയുന്നു നീ എന്നിലേക്ക് തന്നെ മടങ്ങി വരേണ്ടവനാടാ. സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, നിനക്ക് വിചാരണയുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, വിചാരണയെ കുറിച്ച് ചിന്തിക്കാത്തത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൽ പരമേൽപ്പിച്ചവർ, തവക്കൽതു
അലല്ല പറഞ്ഞവർ അവർക്ക് കിട്ടുന്ന പ്രതിഫലമാണ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതി 70,000 ബിഗൈരി ഹിസാബ്. നാളെ വിചാരണ നടക്കുന്ന വേളയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിലെ ഒരു വിഭാഗം ആൾക്കാർ പടച്ചവനെ നമ്മളൊക്കെ റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും യഹ്യാ നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സുലൈമാൻ നബിയും ഇങ്ങനെ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അതാ കടന്നു വരികയാ ഒരു വിഭാഗം, ഇങ്ങനെ കടന്നു വരികയാ 70,000 പേര്. ആ 70,000 ഓരോ വ്യക്തികളുടെ കൂടെ 70,000 പേര്. ആ 70,000 ഓരോ മനുഷ്യന്റെ കൂടെ 70,000 പേര്. ഇങ്ങനെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. റബ്ബിന്റെ മുന്നിൽ കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹു പറയുകയാ യദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. ഇന്ന് വിചാരണയില്ല, ഇന്ന് നിങ്ങളോട് ചോദ്യമില്ല, ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് ചോദ്യമില്ല. സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ. ഇങ്ങനെ കടന്നു പോകുന്ന ഒരു വിഭാഗമുണ്ട്. നാളെ 70,000 പേര് വരും. ആ 70,000 ഓരോ വ്യക്തിയുടെ കൂടെ 70,000. അപ്പൊ ഒന്ന് കൂട്ടി നോക്കിക്കേ എന്റെ പ്രിയപ്പെട്ടവർ. അങ്ങനെ ഒരു വിഭാഗം നാളെ പരലോകത്തുകൂടെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയൊരു ഹദീസ് കാണാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് രംഗങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, സ്വഹാബ നാളെ ഇങ്ങനെ പറയും, കിഴക്കു ഭാഗത്തേക്ക് നോക്ക്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്ക്. റസൂലുള്ളാഹി തങ്ങളോട് ഇങ്ങനെ പറയും. നോക്കുമ്പോ ഓരോ വിഭാഗങ്ങളെ കാണാം. അവസാനം നോക്കുമ്പോ ഒരു സംഘം ഇങ്ങനെ വരുന്നു, വല്ലാത്ത ഒരു സംഘം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമാണ് കടന്നു വരുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം അവരിങ്ങനെ കടന്നു വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞിട്ട് സഹാബത്തിന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് വീടിനകത്ത് പോയി. പള്ളിക്കകത്തിരുന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് ഇങ്ങനെ ഒരു വിഭാഗം കടന്നു വരും, അവർ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. ഇത്രയും പറഞ്ഞിട്ട് മുത്തുനബി എഴുന്നേറ്റങ്ങ് പോയി. സഹാബത്ത് ചർച്ച തുടങ്ങി. ആരാ പടച്ചവനെ? അവര് പറയുന്നത് ജനിച്ചപ്പോ തന്നെ മുസ്ലിമായിട്ട് ജനിച്ചവരായിരിക്കും. നമ്മള് ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് കയറി വന്ന അവര് ചിന്തിക്കേണ്ടതാ. ആ സ്വഹാബി കന്നുജു, സഹാബത്ത് നക്ഷത്ര തുല്യരാണെന്ന് പഠി. സഹാബത്ത് പറയാ, നമ്മളൊന്നും ജനിച്ചപ്പോൾ മുസ്ലിം ആയിരുന്നില്ലല്ലോ, നമ്മളൊക്കെ ഇങ്ങനെ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചവരാ, നമ്മൾ അള്ളാന്റെ ദീൻ മനസ്സിലാക്കിയിട്ട് ദീനിലേക്ക് കടന്നു വന്നവരാ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ വിഭാഗം ചിലപ്പോൾ ജനിച്ചപ്പോൾ തന്നെ മുസ്ലിമായിട്ട് ജനിച്ചവരായിരിക്കും, അല്ലെങ്കിൽ യുദ്ധക്കളത്തിൽ പോയി ഷഹീദായവരായിരിക്കും, അല്ലെങ്കിൽ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്തവരായിരിക്കും. നമ്മളെ സങ്കടം. സഹാബത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ചർച്ച ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോൾ സഹാബത്ത് ചർച്ച നടത്ത, ഇത് ആരാ പടച്ചവൻ, ഇതാരാ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പഠിപ്പിച്ചു കൊടുത്തു. ആ വിഭാഗം 4 വിഭാഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവരാരാ? 4 വിഭാഗം ആൾക്കാർ. ഖുർആൻ പറയുന്നു,
ഒരുപാട് വിഭാഗമുണ്ട്. എങ്കിലും പരിശുദ്ധമായ ഖുർആൻ 4 വിഭാഗത്തെ ഖുർആൻ പറയുന്നുണ്ട്. 4 വിഭാഗം. അള്ളാഹു അതിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു അതിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 4 വിഭാഗം എണ്ണി പറയുന്നുണ്ട്. ആ 4 വിഭാഗത്തിൽ ഒരു വിഭാഗം ഇൻഷാ അല്ലാഹ് 4 വിഭാഗം ഇപ്പൊ പറഞ്ഞ 11 മണിയാവാറായി, നിർത്താൻ പറ്റൂല. നമ്മുടെ വിഷയം ഇന്നും കെട്ടിപ്പോകും. ഒരെണ്ണം കൂടെ പറയാൻ കിടക്കണേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോണ വിഭാഗം നാളെ പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എങ്കിൽ ഒരു വിഭാഗം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അലാ റബ്ബിഹിം യതവക്കലൂൻ. അള്ളാന്റെ ഖുർആൻ പറയുകയാ, നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടന്നു പോകുന്ന 4 വിഭാഗം. അതിലെ ഒരു വിഭാഗം ആരെന്നറിയുമോ? തന്റെ സർവകാര്യങ്ങളും അല്ലാഹുവിനെ ഏൽപ്പിച്ചവരാ. ദുനിയാവിന്റെ കാര്യമാകട്ടെ, പരലോകത്തിന്റെ കാര്യമാകട്ടെ, എല്ലാ നന്മകളും തിന്മകളും അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നവരുണ്ടല്ലോ, തവക്കൽ ഏൽപ്പിക്കുന്നവരുണ്ടല്ലോ. മറ്റാരെയും അവലംബിക്കാതെ, ഒരുത്തന്റെ മുന്നിലും പോയി യാചിക്കാതെ തന്റെ കാര്യങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നവരുണ്ടല്ലോ. അവരാണ് നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്. നബി മുഹമ്മദ് മുസ്തഫ വമൻ യതവക്കൽ അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവർ അവർ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ അതാ വിളിക്കുകയാണ് മലക്കുകൾ. ഒരു വിഭാഗത്തെ വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ നിന്ന് വിളിക്കുന്നു, നിങ്ങൾ അടുത്തേക്ക് വരിക. ഒരു വിഭാഗത്തെ വിളിക്കുന്നു. എന്നിട്ട് സ്വർഗം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മളൊക്കെ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും എണ്ണി ചോദിക്കുകയാണ്. നിനക്ക് ആയുസ് തന്നല്ലോ, എങ്ങനെ ചെലവഴിച്ചു? നിന്റെ യുവത്വം എങ്ങനെ ചെലവഴിച്ചു? നീ പണം എങ്ങനെ ഉണ്ടാക്കി? അത് നീ എങ്ങനെ സമ്പാദിച്ചു? എങ്ങനെയാണ് ചെലവഴിച്ചത്? അല്ലാഹുവേ, വെച്ചിരിക്കുന്ന കാലനക്കണമെങ്കിൽ ഈ ചോദ്യത്തിന് മറുപടി പറയണമെന്നാ. അങ്ങനെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് അല്ലാഹു എന്നെയും നിങ്ങളെയും വിചാരണ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ ചോദ്യമൊന്നുമില്ലാതെ, ഈ വിചാരണയൊന്നുമില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവരാരെന്നറിയോ? തവക്കൽതു അലല്ലാഹ്. അവര് തവക്കൽതു അലല്ലാഹ് പറഞ്ഞവരാ. അവരുടെ കാര്യങ്ങൾ അല്ലാഹുവിനെ പരമേൽപ്പിച്ചവരാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, തവക്കൽതു അലല്ലാഹ് നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു നന്മയാ. മറന്നു പോകരുത്. പിഞ്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, ചെറുപ്പത്തിലേ പഠിപ്പിക്കണം. എന്ത് കാര്യത്തിലും തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിനെ പരമേൽപ്പിക്കാൻ പഠിപ്പിക്കൂ. എന്നിട്ട് എണ്ണി 7 പറഞ്ഞു കൊടുക്കണം. 7 നന്മകളാണ് പഠിച്ചത്. 7 നന്മകളാണ് പഠിച്ചത്. 7 നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്ക്.